ഈ കൊച്ചിയിൽ ഒരുപാട് ഫുട്ബോൾ ആരാധകർ അവിടെ ബിഗ് സ്ക്രീനിൽ കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ്? മെസ്സി ഇല്ല എന്നുള്ളതൊന്നും പ്രശ്നമില്ലല്ലോ അല്ലേ അർജന്റീന ഫാൻസിന്? നിതിൻ പറഞ്ഞോ. എൽദോ, ഞാനിപ്പോൾ ഉള്ളത് വഞ്ചിയൂരാണ്. വഞ്ചിയൂര് കോടതിക്ക് സമീപമുള്ള ബിഗ് സ്ക്രീൻ അടുത്താണ്. ഇവിടെ ഒരുപാട് ആരാധകർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. മഴയാണെന്ന് പോലും വകവയ്ക്കാതെ തന്നെ രാവിലെ തന്നെ അർജന്റീനയുടെ മത്സരം കാണുവാൻ വേണ്ടി ഒരുപാട് ആരാധകരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും ഒരുപാട് തോരണങ്ങളും ഫ്ലെക്സുകളും അർജന്റീനയുടെ ഒരുപാട് ആരാധകരാണ് ഇവിടെ രാവിലെ തന്നെ എത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ന് മെസ്സി കളിക്കുന്നില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഒക്കെയാണ് ആദ്യമേ കിട്ടിയത്. സ്കലോണി ആദ്യമേ പറഞ്ഞിരുന്നു മെസ്സി ഇന്ന് വിശ്രമത്തിന് ഇരുത്തും. നോക്കൌട്ട് മത്സരത്തിന് മുമ്പുള്ള ലാസ്റ്റ് മത്സരമാണ്, റൗണ്ട് ഓഫ് 32 മുമ്പുള്ള അവസാന മത്സരമാണെന്ന്. നമുക്ക് ആരാധകരുടെ ചോദിച്ചറിയാം. ഇന്നത്തെ മത്സരം വലിയ പ്രതീക്ഷയിലാണ്. അടിപൊളിയായിരിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ ജോർദാനല്ലേ, മെസ്സി ഇന്ന് കളിക്കുന്നില്ല. മെസ്സി ചിലപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നത്. സെക്കൻഡ് ഹാഫിൽ ഇന്ന് ഒരു സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ട് ഒരു ഹാട്രിക് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത്ര പ്രതീക്ഷയൊന്നുമില്ല, കളിച്ചാൽ സന്തോഷം. മെസ്സിക്ക് പകരക്കാരനായി എത്തുന്ന ആള് നല്ലൊരു പ്ലെയറാണ് നിക്കോ പാസ്. പ്രതീക്ഷയുണ്ട്, എന്നാലും ഓവർ എക്സ്പെക്ടേഷൻ വെക്കാനുള്ള നല്ലതായിരിക്കും. പോർച്ചുഗലിന്റെ മത്സരം എങ്ങനെയുണ്ടായിരുന്നു? പോർച്ചുഗലിന്റെ കൊളംബിയ തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അറ്റാക്ക് തുടങ്ങിയതിനു ശേഷം കുഴപ്പമില്ല, ആവേശത്തിലാണ്. എന്തായാലും ഇത്തവണ കപ്പ് ഉറപ്പിച്ചാണ്. ഡിഫെൻഡിംഗ് ആണ്. അതെ, എന്തായാലും കപ്പ് ഉറപ്പിച്ച് തന്നെയാണ് അർജന്റീന ഫാൻസ്. അല്ല, നമുക്ക് മറ്റൊരു ആരാധകനോട് ചോദിക്കാം. ഹായ് ബ്രോ, അർജന്റീന ഫാനാണ്? എന്താ ഇന്ന് മെസ്സി ആദ്യത്തെ ലെവലിൽ കളിക്കുന്നില്ല? സെക്കൻഡ് ഹാഫ് മാത്രമേ കളിക്കുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവർക്കൂടെ ചാൻസ് കിട്ടുന്നുണ്ട്. എല്ലാവരും കളിക്കണമല്ലോ. ഇനി അങ്ങോട്ട് അർജന്റീനയ്ക്കുള്ള എല്ലാ മത്സരങ്ങളും എളുപ്പമുള്ളതെന്നാണ് ബാക്കി ടീമുകളുടെ ആരാധകർ പറയുന്നത്. അത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായോണ്ടല്ലേ എളുപ്പമാണ്. ബാക്കിയുള്ളവർക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാത്തോണ്ടല്ലേ പറ്റുള്ളൂ. അല്ല, ബാക്കി ടീമുകളും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്നുണ്ട്. റൗണ്ട് ഓഫ് 30 തന്നെ കാബോ വെർഡെ എന്ന് പറയുന്ന ഒരു ചെറിയ ടീമിനെയാണ് നേരിടേണ്ടി വരുന്നതെന്നാണ് ബാക്കി ആരാധകരെ പറയുന്നത്. ബ്രസീൽ, പോർച്ചുഗൽ ആരാധകർക്ക്. അത് ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായോണ്ടാണല്ലോ കളിക്കണവര് കളിക്കുക, അല്ലാത്തവര് വായിട്ട് സംസാരിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഉറക്കമൊക്കെ ഒഴിഞ്ഞാണോ? രാവിലെ പോർച്ചുഗൽ കളി കാണാനുണ്ടായിരുന്നു. രാവിലെ പോർച്ചുഗലിന്റെ കളിയുണ്ട്. 5 മണിക്കുള്ള മത്സരം തൊട്ട് ഇവിടെ ഉണ്ട്. എന്തായാലും ഇന്ന് വിജയം ഉറപ്പാണ്. റൗണ്ട് ഓഫ് 30 ഈസി ആയിട്ട് കടന്നു പോകും. അടുത്ത മത്സരവും എളുപ്പത്തിൽ ജയിച്ചു പോകും. എന്തായാലും ഒരു ഈസി വിജയം തന്നെയാണ് അർജന്റീനയ്ക്ക് ഇന്നെന്നാണ് പറയുന്നത്. നമുക്ക് മറ്റൊരു ആരാധകനോട് ചോദിക്കാം. അർജന്റീന ഫാനാണ്. എങ്ങനെയാണ് മത്സരം? എങ്ങനെയാണ്? ആദ്യ ലെവലിൽ മെസ്സി കളിക്കുന്നില്ല, എന്താണ് പ്രതീക്ഷ? എന്താണ് സെക്കൻഡ് ഹാഫിൽ ഇന്ന് അവസാന മത്സരം, ഈ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം അർജന്റീന എന്നാണ് പറയുന്നത്. എന്തായാലും അർജന്റീന ജയിക്കും. മെൽദോ, ഇതാണ് ഇവിടത്തെ വിശേഷം. ഒരുപാട് ആരാധകർ തന്നെയാണ് രാവിലെ തന്നെ ഉറക്കമെല്ലാം കളഞ്ഞ് അവർ ഇവിടെ ഈ ബിഗ് സ്ക്രീനിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും വാശിയേറിയ ഒരു മത്സരം തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ്. ശരി, ഇതിന് കാണിക്കുന്ന പോലെ ദൃശ്യങ്ങളിൽ കാണാം. നേരിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ റെയിൻകോട്ടൊക്കെ അണിഞ്ഞിട്ടാണെങ്കിൽ പോലും ആരാധകർ ആ ബിഗ് സ്ക്രീനിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ പോർച്ചുഗലിന്റെ മത്സരം ഉൾപ്പെടെ കാണാനെത്തിയ ഒരുപാട് ആരാധകരുണ്ട്. ഇത് വഞ്ചൂർ കോടതിക്ക് സമീപത്തുള്ള ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ മനോഹരമായിട്ടിരുന്ന ഫുട്ബോൾ കാണാൻ പറ്റുന്ന ഒരു സമയമാണ് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച്. അർജന്റീന ആരാധകർക്ക് 7:30 മത്സരത്തിൽ കിക്ക് ഓഫ് ആകും. അപ്പോൾ നിതിൻ സൂചിപ്പിച്ചു, ആരാധകർ സൂചിപ്പിച്ചു, നിക്കോ പാസിൽ പ്രതീക്ഷയുണ്ട്. നിക്കോ പാസ് എന്ന ഇടങ്കാലൻ ലെഫ്റ്റ് ഫൂട്ടറാണ്. അദ്ദേഹം ലയണൽ മെസ്സിയെ പോലെ പ്രിഫേർഡ് ഫൂട്ട് അത് ലെഫ്റ്റ് ആണ്. പല സാമ്യങ്ങളുമുണ്ട് ഈ നിക്കോ പാസും ലയണൽ മെസ്സിയും തമ്മിൽ. പക്ഷേ നിക്കോ പാസിന് കാര്യമായിട്ടുള്ള അവസരം നൽകി തുടങ്ങുന്നേ ഉള്ളൂ. 2006 ലയണൽ മെസ്സി എങ്ങനെ അർജന്റീന ടീമിനൊപ്പം ലോകകപ്പിൽ കളിച്ചു, അതുപോലെയാണ് ഇത്തവണ ഒരു മത്സരത്തിൽ 10 മിനിറ്റ് അവസരം കിട്ടിയതാ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ കിട്ടുന്നു. അങ്ങനെ മെല്ലെ അർജന്റീന ടീമിന്റെ ഒരു സ്ഥിര സാന്നിധ്യമായി മാറാൻ സാധ്യതയുള്ള 21 വയസ്സുകാരനാണ് നിക്കോ പാസ്. 185 അടി ഉയരമുള്ള സുന്ദരൻ മിഡ്ഫീൽഡർ. അപ്പോൾ നിക്കോ പാസിന്റെ പ്രകടനം അത് കൗതുകത്തോടെ നോക്കണം. ഞാൻ
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.